ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ ഇഫ്താർ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതിൽ 2 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മലബാർ സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ മലപ്പുറം സ്റ്റൈലിലുള്ള കുട്ടൻ ബിരിയാണി റെസിപ്പിയാണ്, അതായത് ബീഫ് ബിരിയാണി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ലൊരു സാൻഡ്വിച്ച് റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് കുബൂസ് വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മൊത്തത്തിൽ കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലേക്ക് 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് പാകിസ്ഥാനി ബീഫാണ് കേട്ടോ. ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പാകിസ്ഥാനി ബീഫാണ് ഇന്ത്യൻ ബീഫിനേക്കാളും ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും ആവണ്ട. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. ഈ 4 പൊടികൾ മാത്രം ചേർത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് പ്രഷർ കുക്കറിൻ്റെ ലിഡ് അടച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നാൽ അപ്പം തന്നെ ഓഫ് ചെയ്യുക. ഒരുപാട് കുക്കാവണ്ട. ബാക്കി നമ്മൾ മസാലയുടെ കൂടെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇതിൽ നമ്മൾ അരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ കണക്ക് അങ്ങനെ മെഷർമെൻ്റ് ഒന്നും വേണ്ട. കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബിരിയാണി ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ആദ്യം നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്, അല്ലാണ്ട് നമ്മൾ നെയ്യിലൊന്നല്ല കേട്ടോ അത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. കുറച്ചധികം വേണം കേട്ടോ ഓയിൽ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കാനുള്ളത് വലിയ ജീരകം, അതൊരു 2 ടീസ്പൂണ്. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ചധികം എരിവ് ആവശ്യമുള്ളവർക്ക് അധികം എടുക്കാം. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക. ആ ഒരു മണം ഫ്ലേവറൊക്കെ ഈ ബിരിയാണിയിൽ നന്നായിട്ടുണ്ടാവും. എന്നിട്ട് വേണം നമ്മൾ സവോള ഇട്ട് കൊടുക്കാൻ. സവോള ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, നല്ല സോഫ്റ്റായിട്ട് വരണം. എന്നിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്രൗൺ കളറിലൊന്നും ആവണ്ട, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ആ പച്ച മണം ഉണ്ടല്ലോ സവോളയുടെ, അതൊന്ന് മാറി കിട്ടണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. സവോള ഞാൻ എടുത്തിട്ടുള്ളത് 5 എണ്ണം കേട്ടോ. 5 സവോളയ്ക്ക് 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പെപ്പർ കോൺസാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരുപാട് ആവരുത്, കാരണം ബിരിയാണിക്ക് ഒരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡ് കിട്ടിയാൽ മതി. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും അതുപോലെ ഉള്ളിയും ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് വരണം. അപ്പോൾ ഇതിനും നമ്മളെ പ്രഷർ കുക്കറിലുള്ള നമ്മുടെ ബീഫ് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്ന പാട് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പ്രഷർ പോയ ശേഷം വേണം നമ്മളത് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് കുക്കാവട്ടെ. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അരി തിളപ്പിക്കാനുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ ആ റൈസിന് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും ചേർക്കണ്ട. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരി നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ അരി ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 10 മിനിറ്റ് മതി കേട്ടോ അരി സോക്ക് ചെയ്ത് വെക്കാൻ. ഇനി ഇത് ഒരു അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റൊക്കെ മതിയാകും നമ്മുടെ ചോറ് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യണ്ട കേട്ടോ അരി. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ ഏകദേശം ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനുണ്ട്. തൈര് പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറുനാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടാണല്ലോ ഇനി ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പം ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത്. പിന്നെ നമ്മൾക്ക് കുറച്ച് മല്ലിയില പുതിനയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഉപ്പ് പുളിയൊക്കെ നമ്മൾ പാകത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിപ്പോൾ തുറക്കുന്നത്. ഇനി നമുക്ക് ആ വെള്ളത്തോട് കൂടിയിട്ട് ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഇപ്പോൾ ഏകദേശം ഒരു 1/4% അല്ലെങ്കിൽ ഒരു 1/2% വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് മതി. ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു മസാലയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മളിത് ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുമ്പോഴാണ് ആ ബീഫിൽ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി നമ്മൾ ബീഫ് കുക്ക് ചെയ്യേണ്ടത് ഇതുപോലെയാണ്. അത് അടച്ച് വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് വയ്ക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ അരി ഇവിടെ കുക്കായിട്ടുണ്ട്. അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റൊക്കെ ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ച് ചിലപ്പം കൂടുകയോ കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് നോക്കുക. വല്ലാണ്ട് വെന്ത് കുഴയണ്ട. കാരണം നമ്മളത് ദം ഇടുന്നുണ്ട്. അപ്പോൾ വീണ്ടും അത് കുക്കാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വെന്ത് കുഴയാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആവുന്ന സമയത്താണ് നമ്മൾ ദം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്നാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിലേക്ക് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് 2-3 ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചിക്കൻ കുക്ക് ചെയ്തത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തതാണ്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മതി. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങളിപ്പം ചിക്കന് ഫ്രഷ് ചിക്കൻ ആണെങ്കിൽ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പം ഇത് കുക്ക് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ അധികം കുക്ക് ചെയ്യാനില്ല. ഇനി ഒന്ന് ചൂടാക്കി എടുക്കാനേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പാന് വെക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ മസാല എന്തായി നോക്കാം. നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഒരു 20 മിനിറ്റ് എന്തായാലും വേണം നമ്മുടെ ബീഫ് ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു മസാലയിൽ ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്താൽ ബീഫിൽ നല്ല ആ ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ബീഫ് ഒന്നുകൂടെ നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ടൊമാറ്റോ സോസാണ്. അതിലേക്ക് ഞാൻ ക്രഷ്ഡ് ചില്ലിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ്സ സോസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫാണ്, അത് ശ്രദ്ധിക്കുക. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഞാൻ. ഇനി കുബൂസ് 2 കുബൂസ് ഒരേ സൈസുള്ള 2 കുബൂസ് എടുക്കുക. എന്നിട്ട് ഒരു കുബൂസ് ആദ്യം പാനിൽ വെച്ചിട്ട് അതിൻ്റെ മുകൾ വശത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയുള്ള ഈ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോസ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. മയണൈസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആട്ടോ. എന്നാൽ ഒരു പിസ്സ സ്റ്റൈലിലുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മുകളിൽ കുബൂസ് വയ്ക്കാനാണ്. കുബൂസ് വയ്ക്കുന്നതിന് മുമ്പ് ആ ഒരു വശത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ചിട്ട് വെച്ച് കൊടുക്കുക.
എന്നിട്ട് ഇനി ഈ ഒരു കുബൂസിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള ടൊമാറ്റോ സോസിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക, എന്നാലേ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മൊസറല്ല ചീസ് വെച്ചാൽ ആ ഒരു ലുക്ക് കിട്ടില്ല. ഇതുപോലെ ചീസിൻ്റെ സ്ലൈസ് വെച്ചാലേ നല്ല ഭംഗിയിൽ ആ ഒരു ലുക്കിൽ വരുള്ളൂ, ഒരു പിസ്സയുടെ ടെക്സ്ചറൊക്കെ വരുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കുറച്ച് മുളക് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. വല്ലാണ്ട് അടിഭാഗം കരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ലോണം മസാലയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ബീഫ് ദമ്മിടുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. മല്ലിയില പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത്, അത് സാജീരകം കേട്ടോ. സാജീരകം ഉണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഏലയ്ക്ക, ഗ്രാമ്പു, കറുവപ്പട്ട അതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഏലയ്ക്ക കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ RKG ആണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂൺ RKG നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മളിവിടെ നെയ്യ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ നെയ്യിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ മല്ലിയിലയുടെ ആ ഒരു പച്ചമണക്കൊന്ന് മാറണം, എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിലുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അടിഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, അതായത് കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അടച്ചു വെക്കാം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിത് ഇഫ്താറിൻ്റെ സമയത്തേക്കാണ് വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുകയാണ്, ചൂട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ, എന്നാലേ നമുക്ക് ദമ്മിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ദമ്മിടണം. നമ്മൾ നേരത്തെ അരി കുക്കായത് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ. അപ്പോൾ മസാലയിൽ കുറച്ച് ഉപ്പ് പുളി ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലേ നമുക്ക് അരിയുടെ കൂടെ ഒന്ന് അത് മാച്ചായിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ അരി ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് നമ്മുടെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കേട്ടോ. വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്കിത് ദമ്മിട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു ബാച്ച് ചോറ് റെഡി ആയത് നമ്മളിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത ശേഷം ഈ നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റിയെടുത്തല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലല്ല, മല്ലിയില, പുതിനയില ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അരി ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്യിൻ്റെ ആ ഒരു മിക്സ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില പുതിനയില വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി ഒന്നിനോട് തൊടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല എണ്ണമയത്തോട് കൂടിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ആയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ കല്യാണ വീടുകളിലൊക്കെ കഴിക്കുന്ന ആ ഒരു ബിരിയാണി സ്റ്റൈലിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നെയ്യിന് പകരം ഓയിലാണ് നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഓയിൽ അത്യാവശ്യം ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ലിഡ് കൊണ്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇങ്ങനെ നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ വെക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് വീണ്ടും ഇത് അരമണിക്കൂർ വെച്ച ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കേണ്ടത്. പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടോട് കൂടിയിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് അപ്പം തന്നെ തുറക്കരുത്. ദമ്മ് പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ മൊത്തം 1 മണിക്കൂർ നമ്മൾ ഇതിനി വെക്കണം. ഒരു അരമണിക്കൂർ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുള്ളൂ, ബാക്കി ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട്. നല്ലോണം ആ ഒരു ചീസൊക്കെ മെൽറ്റായിട്ട് അടിപൊളി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കുബൂസ് സാൻഡ്വിച്ചാണ്. അപ്പോൾ സാൻഡ്വിച്ച് അവിടെ ഇരിക്കട്ടെ. ഇനി ബിരിയാണിയിലോട്ട് ഒരു ചെറിയൊരു സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കുന്നുണ്ട്. വെണ്ടക്ക ഫ്രൈ ആണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഫ്രൈയോ അല്ലെങ്കിൽ വെജിറ്റബിൾ സൈഡ് ഡിഷ് ഇല്ലാണ്ടെങ്കിൽ ഒന്നും ഇറങ്ങൂല. അപ്പോൾ അതുകൊണ്ട് ഇക്കക്ക് മാത്രമായിട്ട് കേട്ടോ അത്. നമ്മൾ ബിരിയാണിയുടെ കൂടെ ഇതൊന്നും കഴിക്കില്ല. അപ്പം വെണ്ടക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ വിഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നാരങ്ങ വെള്ളം, സാധാ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് സ്പെഷ്യലായിട്ട് നാരങ്ങ വെള്ളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങ വെള്ളം ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയിലോട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തൈരും പിന്നെ 2 കക്കരി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്, കക്കരി ഗ്രേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ സവോള, പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അത്രേ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി നമ്മുടെ ബിരിയാണീൻ്റെ ദമ്മൊന്ന് പൊട്ടിക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാൻ മുമ്പ് കല്യാണ വീട് കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഈദിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബീഫ് ബിരിയാണി. ആ സെയിം റെസിപ്പി തന്നെയാണ്. എന്താ പറയുക, എനിക്ക് ഈ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ എപ്പോഴും ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഇഷ്ടം ഉണ്ടാക്കാൻ. നമുക്കൊരു ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ എല്ലാതും ഉണ്ടാക്കുക. ഞാൻ മസാലയും വൈറ്റ് റൈസും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടില്ല, കുറച്ച് വൈറ്റ് റൈസും കുറച്ച് മസാലയും കൂടി എടുത്തിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാതും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. മസാലയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സാൻഡ്വിച്ച് ഞാൻ കുറേ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വേറൊരു സ്റ്റൈലിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് ആണെന്നേ ഉള്ളൂ. മറ്റേത് ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. അകത്ത് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. 2 കുബൂസ് ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ നേരമാണ് ഞാനത് കട്ട് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ആ ചൂട് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചീസിൻ്റെ ഒക്കെ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾ ഫ്രൈങ് പാനിൽ തന്നെ അടച്ച് വെക്കുക. നോമ്പ് തുറക്കാൻ നേരത്തെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ബിരിയാണിയിലോട്ട് സൈഡ് ഡിഷൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. എല്ലാം ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ടേബിളിൽ. ഒന്നാമത് നമുക്ക് വീഡിയോക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ പിന്നെ ഇനിയിപ്പോൾ അടുക്കളയ്ക്ക് വേറെ ഒന്ന് ചൂടാക്കാനും ഇതിനൊന്നും പോകണ്ടല്ലോ. പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. അപ്പം ബിരിയാണി, കുട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി, പപ്പടം, വെണ്ടക്ക ഫ്രൈ, തൈര്, അച്ചാർ, പിന്നെ നമ്മുടെ സ്നാക്ക് സാൻഡ്വിച്ച്, സിമ്പിൾ സാൻഡ്വിച്ച്. ഇതെല്ലാമാണ് ഇന്നലത്തെ ഇഫ്താറിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. ഇതെല്ലാം കൂടി വെച്ചപ്പോൾ പിന്നെ മറന്നുപോയി. പിന്നെ നാരങ്ങ വെള്ളമുണ്ട്. പിന്നെ ഇത് മസാല കുറച്ച് എടുത്തതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ബിരിയാണി. അപ്പോൾ ഇനിയിപ്പം ബിരിയാണിയിൽ ബീഫ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. കിഡിലൻ 2 റെസിപ്പീസാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.